ഒരു കുഴപ്പമില്ല. മുസ്ലിം ലീഗ് എവിടെ നിൽക്കും? മുസ്ലിം ലീഗ് എവിടെ നിൽക്കും എന്നുള്ളത് എൻ്റെ ഒരു ചോദ്യമാണ്. കാരണം പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെ, പോപ്പുലർ ഫ്രണ്ട് SDP ഉൾപ്പെടെ പിണറായിയുടെ കൂട്ടത്തിലുണ്ട്. മുസ്ലിം ലീഗിനെ തീർക്കുക എന്നാണ് പിണറായിയുടെ ലക്ഷ്യം. ആ നിലയ്ക്ക് എന്നാ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. അവരുടെ രാഷ്ട്രീയമൊന്നും ഞാൻ പറയുന്നില്ല. അല്ല, ഒത്തിരി ആത്മബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും ബന്ധമുണ്ട്. എനിക്ക് PMS സലാം നല്ല മനുഷ്യനാണ്. മുനീർ സാഹിബായിട്ട് അത്ര ബന്ധമുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബിനായിട്ട് അത്രമേൽ അടുത്ത ബന്ധമുണ്ട്, അറിയാമോ? എനിക്ക് തങ്ങളുമായിട്ട് അത്ര ബന്ധമുണ്ട്. അവർ ലീഗിൻ്റെ നേതാക്കന്മാരെല്ലാവരുമായിട്ട് അത്രമേൽ ബന്ധം എനിക്കുണ്ട്. മഞ്ഞളാംകുഴി അലി ഞാൻ കാരണമല്ലേ മന്ത്രിയായത്. എൻ്റെ ഉറച്ച സ്റ്റാൻഡായിരുന്നു അലിയെ മന്ത്രിയാക്കിയത്. 5ാം മന്ത്രി എന്ന് പറഞ്ഞാൽ അതിൽ പിടിച്ചു നിന്ന രാഷ്ട്രീയ ചർച്ചകൾ ഒത്തിരി നടന്നതാണ്. ഞാൻ ഉറച്ച സ്റ്റാൻഡ് അല്ലേ ആകുകയില്ല. എനിക്ക് ലീഗുമായിട്ട് അത്ര ബന്ധമുണ്ട്. ഇപ്പോൾ ഒത്തിരിയായിട്ട് കാണുന്നില്ല. ഞാൻ ഈ MLA സ്ഥാനം പോയതിനു ശേഷം അവരുമായിട്ട് കൂടുതൽ ബന്ധങ്ങളില്ല. അത് സത്യമാണ്. അതാണ് അതിൻ്റെ അകത്തെ സത്യം. നിയമസഭയിലേക്കൊന്നും പോകുന്നില്ലല്ലോ. ഇല്ല. PC ജോർജിന്റെ അന്നത്തെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ലീഗ് PC ജോർജിനെതിരെ ഭയങ്കരമായിട്ട് ആക്രമണം നടത്തിയിരുന്നു. ഏത് ഈ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഫോൺ സംഭാഷണം പുറത്തു വന്നപ്പോൾ അത് കളവാന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. മനസ്സിലാക്കിയായിരുന്നു. പിന്നെ അവർ അവിടുത്തെ ലീഗിന്റെ നേതാവുണ്ട്, മുനിസിപ്പൽ ചെയർമാനായിരുന്നു സിറാജ്. വിളിച്ചു. സിറാജ് പച്ചയ്ക്ക് പറഞ്ഞല്ലോ, ഒരു നിരപരാധിയെ മനുഷ്യ കൊല്ലാനുണ്ട്, കള്ളക്കച്ചവടം ഇറങ്ങിയിരിക്കുകയാണ്. പച്ചയ്ക്ക് അടിച്ചവൻ ആ സിറാജ് മിടുമിടുക്കനല്ലേ, പച്ചയ്ക്ക് പറഞ്ഞു. ഇപ്പം മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും വലിയ നേതാവ് സിറാജാ പച്ചയ്ക്ക് അടിച്ചു കൊടുത്തത്. അപ്പൊ അവര് അത് വിശ്വസിച്ചിട്ടില്ല. അവർക്ക് മനസ്സിലായി കളത്തരമെന്ന്, വഞ്ചനയാന്ന്. അപ്പൊ PC ജോർജ് ഇനി MLA ആയിട്ടോ MP ആയിട്ടോ മന്ത്രി ആയിട്ടോ ഒക്കെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. നമ്മളൊക്കെ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. താങ്ക് യു. ഈ പറഞ്ഞതൊക്കെ വീണ്ടും പറയണം. PC എപ്പോഴും പറഞ്ഞത് തിരുത്താറുണ്ട്. പറഞ്ഞത് തെറ്റാണ് തിരുത്തും. അതല്ലേ അതിൻ്റെ മര്യാദ. അതല്ല പറഞ്ഞ് തെറ്റ് പറഞ്ഞ് അതേ തെറ്റക്കിടന്ന് കിടന്ന് ആടുന്ന ഇടപാടത്തില്ല. തെറ്റാന്ന് പറയും. അതെന്തിനാ? അതല്ല നല്ലത്. ആ തിരുത്തിയതിൽ ഏറ്റവും തെറ്റായിട്ട് തോന്നി തിരുത്തിയ ഒരു കാര്യം ഓർക്കാവും. അത് ഓർക്കല്ല. എങ്കിലും ഒന്നും ഓർത്തു നോക്കി. ഓർക്കാൻ പറ്റില്ല. പറഞ്ഞപ്പം ഒരു കാര്യം ഓർക്കുന്നേ ഇല്ലേ. അത് അന്നേരം മറക്കും. അതാണല്ലോ ദൈവത്തിൻ്റെ ഒരു കഴിവ്. ദൈവം തന്നിരിക്കുന്ന കഴിവ് മനുഷ്യൻ. BJP-യിലേക്ക് പോകുന്നു. മറക്കാനുള്ള കഴിവ് എന്നുള്ളതാണ് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ മനുഷ്യൻ്റെ കഴിവ്. എൻ്റെ ഏറ്റവും വലിയ വിജയം മറക്കാനുള്ള കഴിവാണ്. നല്ല മറക്കും. അതൊക്കെ മറന്നുപോയി അല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ പറഞ്ഞാൽ ഓർക്കും. ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരാറുണ്ട് ചില കാര്യങ്ങൾ. ഇല്ല, PC-ക്ക് ഞാൻ ചിന്തിക്കാറില്ല അങ്ങനൊന്നും. എന്തിനാ നീ ആവശ്യമില്ല ചിന്തിച്ച് തലകളായിരുന്നു. PC ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന സ്ത്രീകളാണോ പുരുഷന്മാരാണോ? സ്ത്രീകളാണ്. അതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ട് പിന്നെ എൻ്റെ പെരുമാറ്റം നല്ലതായതുകൊണ്ട് വരുന്ന സ്ത്രീകളെ മനുഷ്യനായിട്ടും സഹോദരിയായിട്ടും അമ്മയായിട്ടും ഞാൻ കാണുന്നത്. അല്ലാതെ എല്ലാം ഇപ്പരച്ചിറക്കായിട്ട് കാണാറില്ല. അതുകൊണ്ട് സ്ത്രീകളാണ് കൂടുതലും. അതെ. സ്ത്രീകളുടെ വോട്ടുകളാണ് കൂടുതൽ കിട്ടുന്നത്. തീർച്ചയായിട്ടും. സ്ത്രീകളും കുട്ടികളും. സിനിമാഭിനയമൊക്കെ നിർത്തിയത് എന്താണ്? അതൊക്കെ ചുമ്മാ തമാശയല്ലേ. എനിക്ക് എത്ര സിനിമയിൽ അഭിനയിച്ചു? അത് 10-13 ഉണ്ട്. ആരെണ്ണും ഇതൊക്കെ ചുമ്മാ അതിലേ പോകുമ്പോൾ ഒന്ന് ഷോട്ട് എടുത്തോളാൻ പറഞ്ഞു വരുന്ന. അല്ലാതെ ഞാൻ അഭിനയിക്കാൻ പോകുന്നൊന്നും അല്ലെന്നേ. അങ്ങനെ അഭിനയിക്കാൻ പോകുന്നതല്ലല്ലോ. ഇനിയും അങ്ങനെയൊക്കെ അഭിനയിക്കും. സമയം കിട്ടുകയാണെന്നൊക്കെ എവിടെ നിന്ന് മനുഷ്യനല്ലേ ഇത്. ഇനിയിപ്പോ വലിയ BJP-യിലല്ലേ വലിയ MLA സ്ഥാനമൊന്നുമില്ല. ഇപ്പൊ വലിയ ഓട്ടമൊന്നുമില്ല. ഓട്ടം കൂടുതൽ വരും. കാരണം കേരളം ഒട്ടാകെ ചുറ്റാൻ പോവാണ്. അതെ. ഞാൻ ചേർന്നിടം കേരളത്തിലെ 1ാമത്തെ പാർട്ടിയാണെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതിനുള്ള ഓട്ടപ്രദർശനം തുടങ്ങാൻ പോകും. സുരേന്ദ്ര ജാഥയിൽ പങ്കാളിയാവുന്നില്ലേ? പിന്നെ കോട്ടയത്ത് വരുമ്പോഴാണ് പങ്കാളിയാവുന്നത്. കോട്ടയത്തല്ല, ആദ്യം ഇപ്പം അടൂര് പോകാൻ പോവാ. 5-ാം തീയതി അടൂരുണ്ട്. അവിടെ എല്ലാം കഴിക്കുക. കഴിഞ്ഞ് കോട്ടയത്ത് വരും. പിന്നെ തിരുവനന്തപുരത്തും പോകും. ലയന സമ്മേളനം എന്നാണ്? 13-ാം തീയതി. ഈ 13-ാം ലയന സമ്മേളനം പ്രഖ്യാപിച്ചു. ഈ 13-ാം തീയതി എവിടെ വെച്ചാണ്? തിരുവനന്തപുരം. വലിയ സമ്മേളനമാണോ? വലിയ സമ്മേളനം. BJP ദേശീയ നേതാക്കൾ വരുമോ? അമിത്ഷാ കാണുന്നുണ്ട്. അമിത്ഷാ വരുന്നുണ്ട്. പൊളിക്കുവാണ്. ഒന്നും നോക്കുന്നില്ല. BJP-യിലേക്ക് പോകുന്നവർക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളാണ് കൊടുക്കുന്നത്. ഉപാധ്യക്ഷ സ്ഥാനങ്ങളാണ് കൊടുക്കുന്നത്. എനിക്ക് ഉപാധ്യക്ഷ സ്ഥാനം വേണ്ട. സ്ഥാനം വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എല്ലാവരും ഉപാധ്യക്ഷം കൊടുത്ത് അവരും മടുക്കൂല. എത്ര ഉപാധ്യക്ഷം? അതിന്റെ മുകളിലേക്ക് മതി. പണ്ട് KM മാണി ഇപ്പൊ ചിരി വരുന്ന കാര്യം ഓർക്കുക. ആര് വന്നാലും മണ്ഡലം പ്രസിഡന്റ്, മണ്ഡലം സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് ഇങ്ങനെ സ്ഥാനം കൊടുക്കുക. അപ്പോൾ 100-200 പേർക്ക് സ്ഥാനമായി. അപ്പോൾ ഇത് ആർക്കും അറിയത്തില്ല ആരൊക്കെയാണ്. ഒരു ദിവസം ഇവരെല്ലാവരെയും കൂടെ കോട്ടയത്ത് ആപ്പിച്ച് വിളിച്ചു വിട്ടു. 100-200 പേരുണ്ട്. എല്ലാവരെയും മനുഷ്യനെ ഏൽപ്പിച്ച് ഇങ്ങനെ ഓരോ സ്ഥാനം പറഞ്ഞ് എഴുതിയിട്ട് എല്ലാവർക്കും അവരവരുടെ സ്ഥാനം ഓർമ്മയുണ്ടല്ലോ. ഓർമ്മയുണ്ട്. ഞാനിത് ഓർക്കുകയില്ല. നിങ്ങൾക്കെല്ലാം ഈ സ്ഥാനം തന്നിരിക്കുന്നു. ഈ സ്ഥാനം കൂടെ നിങ്ങൾ നടന്നോണം. നിങ്ങൾ സ്വയം നിങ്ങളുടെ സ്ഥാനം പറഞ്ഞോളൂ. എന്നെ കൊണ്ട് പറയിക്കാൻ നോക്കരുത്. ഞാൻ മറന്നിരിക്കുന്നു എന്ന് പറഞ്ഞു എല്ലാവരും ചമ്മി ഉണ്ടിട്ട് പോകുന്നുണ്ട്.
അതുപോലെ ഈ സ്ഥാനം കൊടുത്തിട്ട് തന്നെ കാര്യം, സ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു കാര്യമില്ലെന്ന്. അല്ല അതുപോലെ തന്നെ ഇപ്പൊ ബി ജെ പിയിൽ അതുപോലെ തന്നെ ഇപ്പൊ ബി ജെ പിയിൽ വന്നവർക്ക് ഉപാധ്യക്ഷ സ്ഥാനം കൊടുത്തോണ്ടിരിക്കും കേരളത്തിൽ കേട്ടോ. കൊടുക്കട്ടെ, എന്നെങ്കിലും കൊടുക്കട്ടെ, കൊടുക്കട്ടെ. നീ അത് ആഗ്രഹിച്ചു വന്നവരായതുകൊണ്ട് കൊടുക്കണമായിരിക്കും വരുന്നത് അല്ലേ? ആഗ്രഹിച്ചു വന്നുകൊണ്ടാണ്. പി സി ജോർജിന് കിട്ടുവാണെങ്കിൽ ഉപാധ്യക്ഷ സ്ഥാനമല്ല പ്രസിഡന്റ് സ്ഥാനമാണ് ഞാൻ ചോദിക്കുന്നില്ല. കിട്ടുവാണെങ്കിൽ അതാണ് വേണ്ടത്. അയാൾ ഒന്നും വേണ്ട, എനിക്ക് യാതൊരു ചോദ്യമില്ല. ഇവരെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകണമെങ്കിൽ പണിയാണ്. നോക്കട്ടെ, ഞാനൊന്ന് ശ്രമിക്കട്ടെ. പി സി ഒത്തിരി പണിയേണ്ട വരും. എല്ലാവരും പണിയാൻ പോവാ, ഒത്തിരി ഒത്തിരി പണിയും. പി സി ജോർജ് ഇത്ര നാളും ചെയ്ത പോലത്തെ രാഷ്ട്രീയമായിരിക്കില്ല ഇതിൽ ചെയ്യാൻ. നോക്കട്ടെ, ഏതായാലും എനിക്ക് മാന്യമായ സമീപമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. എനിക്ക് പിന്നെ വേറൊന്നും ചിന്തയില്ല. ഇവരെ ചേർത്ത് കൊണ്ടുപോകണമെങ്കിൽ പണിയുണ്ടെന്ന് അതൊക്കെ കൊണ്ടുപോയി ആരുമായിട്ട് തർക്കമുണ്ട്. ഞാൻ തന്നെ നല്ല വാക്ക് തർക്കമുണ്ടെന്നുള്ള ഉറപ്പാണ്. എന്നോട് പറഞ്ഞിട്ടില്ല, എനിക്കറിയത്തില്ല. അറിയത്തില്ലാത്ത കാര്യം കൂടെ പറയാൻ പറ്റില്ല. അത് പറയാൻ പറ്റില്ല. പക്ഷെ അതിനുള്ള പരിശ്രമത്തിലാണ്. ഇല്ല, അതൊന്നും അതിലേക്കൊന്നും ആയില്ലെന്ന്. ഒരു മെമ്പർഷിപ്പ് എടുത്തോണ്ടെല്ലാം ചോദിച്ചു ഞാൻ ഇങ്ങനെ മറുപടി. ഒന്നും അറിയാതെ മെമ്പർഷിപ്പ് എടുക്കുമോ പി സി? ഞാനൊന്നും അറിയാതെ മെമ്പർഷിപ്പ് എടുത്തിരിക്കും. എന്താണ് പി സി ഇങ്ങനെയൊക്കെ? പി സി പഠിക്കാതെയോ? പി സി എന്നൊരു രാഷ്ട്രീയ നേതാവ് ഒന്നും പഠിക്കാതെ ഒരു പാർട്ടിയിലേക്ക് പോകുന്നു പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റിയ ഒരു മണ്ടനല്ല ഞാൻ. അലി ചിലപ്പോൾ മണ്ടനായി പോയി ഞാൻ എന്ത് ചെയ്യും? അല്ലെ നിർത്ത പോവാ. അല്ല ഇത് അങ്ങനെ പറഞ്ഞു പോലെ പി സി. അയ്യോ അല്ല പൊക്കോ. അല്ല ഇതൊരിക്കലും ഞാൻ വിശ്വസിക്കാം. പി സി എല്ലാം പറഞ്ഞിട്ടാണ് ബി ജെ പി പോയിരിക്കുന്നത്. ഒന്നും അറിയാതെയാ. ഞാൻ ഒന്നും ചോദിച്ചില്ല, ആരോടും സംസാരിച്ചു പോയില്ല. അല്ല ഇവിടെ പറയേണ്ടതല്ല, എല്ലാം കേന്ദ്രത്തില്. എന്നെ അലി കേൾക്കുന്നത്, എന്നെ ഒരു ദിവസം 30-ാം തീയതി രാത്രിയിൽ എന്നെ ഫോണിൽ വിളിക്കുന്നത്, നാളെ ഡൽഹിയിൽ എത്തണമെന്ന് പറയുന്നു. എത്ര ദിവസം മുമ്പായി ചർച്ച നടന്നത്? ചർച്ച നടന്നില്ല. ഈ കഴിഞ്ഞ 30-ാം തീയതി അതിന് മുമ്പ് നമ്മുടെ റിക്വസ്റ്റ് ദേശീയ നേതൃത്വം അയച്ചു കൊടുത്തിരുന്നു. വേറെ ആരോടും പറഞ്ഞില്ല. ഇവിടുത്തെ നേതാക്കളോടൊന്നും പറഞ്ഞില്ല. അതിന്റെ ആവശ്യം വന്നില്ല. അവിടുന്ന് സംസാരിക്കുന്നെങ്കിൽ മതിയുണ്ടോ? 30-ാം തീയതി വൈകുന്നേരം 7 മണി 8 മണിയായപ്പോഴേക്കും മെസ്സേജ് വരുന്നത് നാളെ രാവിലെ ഡൽഹിയിലെത്താൻ. അപ്പോഴേ എറണാകുളത്ത് വിളിച്ച് പറഞ്ഞ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. ടിക്കറ്റ് രാവിലെ 9 മണിയുടെ ഫ്ലൈറ്റ് ആയിരുന്നു വന്നു. ഞാനും എൻ്റെ മകനും ജോർജ് ജോസഫും കൂടെ പോയി അവിടെ ചെന്നു, കേരള ഹൗസ് ചെന്നു. അത് കഴിഞ്ഞ് അവിടെ ചില ആളുകളൊക്കെ ഒന്ന് സംസാരിച്ചു. പിറ്റേ ദിവസം രാവിലെ മന്ത്രി രാജചന്ദ്ര സിംഗ് അദ്ദേഹം വണ്ടി അയച്ചു, അതേ പോയി. പിന്നീട് ലയനം എല്ലാം നടന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിന് മുമ്പൊന്നും ഒരു ചർച്ച നടത്തിയിട്ടില്ല. അല്ല പി സി ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു ഒരു സ്ഥാനങ്ങളൊന്നും അവർ പറയുന്നുണ്ട്. പി സി ഇത് ചെയ്യണം, പി സിക്ക് ഇങ്ങനെ ഇത് ചെയ്യണം എന്ന് പറയാനും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങളൊന്നും എന്നോടൊന്നും പറയല. എന്നെ വളരെ മാന്യമായിട്ട് എന്നോട് സമീപനം. അങ്ങനെ എന്നെ നിയന്ത്രിക്കാനൊന്നും അവരാരും അത്ര മാന്യമായിട്ടാണ് അവർ നമ്മുടെ സമീപനം. പിന്നെ നമ്മളെന്തിനാ അവരെ കുറ്റപ്പെടുത്തുന്നത്? കുറ്റമല്ല പറഞ്ഞ പി സി ഇത് ചെയ്യാൻ കേട്ടോ. പാർട്ടിയിൽ ചെയ്യണമല്ല, പി സിക്ക് സ്ഥാനം ഉണ്ടാകും കേട്ടോ എന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇല്ല. ഷോണാണോ സ്ഥാനം കൊടുക്കുന്നത്? അതും പറഞ്ഞു. ഞങ്ങളങ്ങ് സംസാരിച്ചിട്ടില്ല. പിന്നെ ഇതിന് അലി പലപ്പെടപ്പെടാന്ന് ചോദിക്കുന്നത്. ഞാൻ 100 പ്രാവശ്യം പറഞ്ഞാൽ അലി കേൾക്കാതെ. അലിക്ക് ഈ അടുത്ത കാലത്ത് കുഴപ്പമില്ല ഉണ്ടോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല പി സി. ഇത് ഇങ്ങനെ കുഴപ്പം എന്താ ഉണ്ടായിട്ടുണ്ടോ? അല്ല എനിക്ക് ചോദിക്കാല. ഇതൊന്ന് അറിയണ്ടേന്ന് ഓർത്താണ്. അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞു. ഇല്ല, ഞാനാ പറഞ്ഞു. ഇതുവരെ സംസാരിച്ചിട്ടില്ല. എന്നെ വിശ്വസിച്ചു. ഇപ്പം ഈ ഷോൺ ജില്ലാ പഞ്ചായത്താണല്ലോ. അതെ, അത് ജനപക്ഷത്തിൽ നിന്ന് ജയിച്ചാണല്ലോ. ജനപക്ഷം ജയിച്ചു. ജനപക്ഷം BJP ജയിച്ചു. BJPയുടെ മെമ്പറാണ് ഇപ്പോൾ. അതെ, ജനപക്ഷത്ത് നിന്ന് ജയിച്ചുകൊണ്ട് BJPയുടെ കോട്ടയം ജില്ലയിലെ ഏക ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. BJPയുടെ ഏക ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. ആ ക്രെഡിറ്റും കൂടെ ആയി. അതെ, മെമ്പർഷിപ്പ് എടുത്തപ്പോൾ അല്ലേ? അതെ അതെ. ഇനി കുറെ ആളുകൾ വരുമെന്ന് പറഞ്ഞു. ആരൊക്കെ വരുമെന്നല്ല. അതെ, അത് ഇപ്പൊ ചർച്ച ചെയ്യാൻ പറ്റില്ല. അത് വിടാം. അതിനുവേണ്ടി പോകണം. എനിക്ക് ഒന്ന് വിടും. അതിനാണ് പോകുന്നത്. അതാണ് ഇത്. പല സ്ഥലത്തും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, അത് മറ്റു പാർട്ടിയിൽ നിന്നാണോ? മറ്റു പാർട്ടികളിൽ നിന്നുകൊണ്ട് ഉന്നതമായ സ്ഥാനം വഹിക്കുന്ന ഒരു MLA തന്നെ മേടിച്ച ഒരാളാണ് താങ്കൾ. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ MLA മേടിച്ചു. അതെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി MLA മേടിച്ചാണ്. അന്ന് അത് കഴിഞ്ഞിട്ട് 3-4 പേര് വരുന്നിട്ട് വന്നില്ല. വേണ്ടെന്ന് വെച്ചതാ. ആര് വേണ്ടെന്ന് വെച്ചു? ഞാൻ. അതൊന്ന് പരസ്യമായിട്ട് പറഞ്ഞില്ല. 3 പേരോട് ഉണ്ടായിരുന്നു. വേണ്ടെന്ന് വെച്ചല്ലോ. നിയമസഭ പറഞ്ഞില്ല. വർത്താനം പറയണമെന്ന് പറയാം മുഖത്ത് നോക്കി. ഇതിനകത്ത് 3 എണ്ണം കൂടെ എൻ്റെ അടുത്തുണ്ട്. മാന്യമായിട്ട് ഇരുന്നോളാൻ പറഞ്ഞു. നിയമസഭാ പ്രസംഗം കൂടെ നോക്ക്. അത് വലിയ വാർത്തയായി. അപ്പൊ ആ പറഞ്ഞ പോലെ BJPയിലേക്ക് ആളുകളെ കൊണ്ടുവരും. അതിന്റെ ചർച്ചയ്ക്കുള്ള ഓട്ടമാണ്. അതെ, സ്ഥാനങ്ങൾക്ക് അപ്പുറത്തേക്ക് അവരെ കൊണ്ടുവരാനുള്ള ഓട്ടത്തിലാണ്. അതാണ് PC ഇപ്പൊ ധൃതി വെച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പൊ ചോദിച്ചപ്പോ തന്നെ അതിനാണ് ഞാൻ പോണെന്ന് പറഞ്ഞു. മുതിർന്ന നേതാക്കളാണ് വരുന്നത്. എല്ലാ ടൈപ്പും ഉണ്ട്. കണ്ടോ? വെയിറ്റ് ആൻഡ് സീ. വെയിറ്റ് ആൻഡ് സീ. എല്ലാ ടൈപ്പും വരും. എല്ലാ ടൈപ്പും വരും അല്ലേ? പിന്നെ വലിയന്മാർ മാത്രം മതിയോ പാട്ടില്ല? എല്ലാം ചെറുതും വേണ്ടേ? വോട്ടെല്ലാവനും ഒന്നല്ലേ എൻ്റെ പൊന്നു സഹോദര? അതെ അതെ. വലിയവന് വോട്ടിന് 5 വോട്ടും ചെറിയവന് 1 വോട്ടും അങ്ങനെ ഉണ്ടോ? എല്ലാ വോട്ടിനും ഒരു വില അല്ലേ? അപ്പൊ അങ്ങനെ കൊണ്ടുവരും. PC അത് ഏൽപ്പിച്ചിട്ടുണ്ട് പാർട്ടി. ഏൽപ്പിച്ചതല്ല, ഞാൻ ഏക്കുക.
അത് പറഞ്ഞിട്ടുണ്ട് അവിടെ ദേശീയ നേതൃത്വത്തിൽ. അത് ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ ആരാന്ന് അവർക്കറിയാം, പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ല. അത് തീർച്ചയായിട്ടും പി സി ആറാന്ന് ദേശീയ നേതൃത്വം അറിഞ്ഞ് തന്നെ പി സിനെ എടുത്തിരിക്കുന്നത്. ഒരു നടക്കൊന്നും പോകില്ല എന്ന് അവർക്കറിയാം. പി സി ഒരു നടക്കൊന്നും പോകില്ല എന്ന് അവർക്കറിയാം, അല്ലേ? പി സി ഒരു നടക്ക് പോകുന്ന ആളല്ല എന്ന് അവർക്കറിയില്ല പി സി, ഇല്ലേ? ഇതിലൊന്നും മറുപടിയില്ല. ഈവൻ ഭേദവാദികളും മോശമായിട്ടുണ്ട്. അല്ല, മൗനം സമ്മതമാണ് പി സി. ഞാൻ ഇതിനൊന്നും ചിലതിന് ആവശ്യമില്ലാതെ വർത്തമാനം എന്തിനാ നമ്മൾ മോശമാക്കാരനാക്കുന്നത്? അലിയോട് പഴയ സ്വാതന്ത്ര്യം എടുത്ത് അന്നേക്ക് പറയാൻ സമയം കഴിഞ്ഞു. ഞാൻ പഴയ സ്വഭാവം മാറിയതുകൊണ്ടാണ് അലിയോട് ചീത്ത പറയാത്ത. മനസ്സിലായില്ല? ഇപ്പൊ അതൊക്കെ നിർത്തി ഞാൻ. അതുകൊണ്ട് ഇപ്പൊ അലിയോട് ഒരു സ്നേഹം. നല്ല പിള്ളയായി അല്ലേ? പ്രായം കൂടുതൽ നമ്മൾ മാറണ്ടേ? പ്രായം കൂടുന്നതിനും പക്വത കൂടി മതി. അത് നല്ല പിള്ളയായി. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അടങ്ങി ഒതുങ്ങി, അല്ലേ? ഇനിയുള്ള അത്രയും അടങ്ങി ഒതുങ്ങിയായിരിക്കും. കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ ഒന്ന് പ്രാളം ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം ഇത് BJP ചേർന്നതിന് ശേഷമുള്ള ചാനൽ ചർച്ചയിൽ ഒന്ന് ഒച്ചപ്പാട് ഉണ്ടാക്കിയായിരുന്നു. എന്നാന്നറിയോ, എന്നാ മിണ്ടിയാലോ മണിപ്പൂർ ആരെണ്ണം പറഞ്ഞതാ. മണിപ്പൂറൊക്കെ എന്നാന്ന് എനിക്കറിയാമല്ലോ. ചുമ്മാ മണിപ്പൂർ പറയുന്ന കാര്യമുണ്ടോ? അതുകൊണ്ടാണ് പറഞ്ഞത്. അതാ ഞാനും ചോദിച്ചത്. ചുമ്മാ ദീപിക എഴുതിയോണ്ട് ഞാൻ ചോദിച്ചു. അപ്പൊ ദീപികക്ക് അതിന് മറുപടി ഞാൻ പറഞ്ഞ അത് ഞാൻ കൊടുത്തു. കഴിഞ്ഞ ഇലക്ഷന് BJP ഒന്ന് പിന്താങ്ങാമായിരുന്നു എന്ന് തോന്നിയോ? ഞാൻ അതും തോന്നില്ല. എനിക്ക് അവർ പിന്താങ്ങിയില്ലാത്തതുകൊണ്ട് എനിക്ക് നട്ടമൊന്നും വന്നില്ലല്ലോ. അവർ പിന്താങ്ങിയാൽ അവർക്ക് BJPയുടെ സ്ഥാനാർത്ഥി കിട്ടിയ 3000 താഴെ വോട്ടാണ്. ഇനിയിപ്പം പിന്താങ്ങിയാലും കുഴപ്പമൊന്നും. അത്ര വോട്ടുള്ളൂ BJPക്ക്? അല്ല, BJPയുടെ ആത്മാനുഭാവങ്ങളിൽ എനിക്ക് വോട്ട് ചെയ്യുന്ന ഉറപ്പല്ലേ? സംശയമില്ല. അതുകൊണ്ടാണ് ആ സ്ഥാനാർത്ഥിക്ക് 3000 വോട്ട് എന്ന് പറയുന്നത്, അല്ലേ? പത്തനംതിട്ടയിലാണോ ലക്ഷ്യം? എനിക്കോ അങ്ങനെ ലക്ഷ്യമേ ഇല്ല. പത്തനംതിട്ടയിൽ നിൽക്കാൻ പാർട്ടി പറഞ്ഞാൽ നിൽക്കും, വിജയിക്കും എന്ന് ഉറപ്പ് 100%. വിജയിക്കും. എന്താ സംശയം? അതെങ്ങനെയാണ് പി സി വോട്ട് കൂട്ടി നോക്കുമ്പോൾ എങ്ങനെയാണ് പി സി അവിടെ ജയിക്കാൻ സാധ്യത? ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിയേക്കാൾ 68,000 വോട്ടിന് താഴെയാണ് തോറ്റ സുരേന്ദ്രൻ. 68,000 കിട്ടിയോ? ഇടയ്ക്ക് CPM ഉണ്ട്, അത് വേറെ കാര്യം. ഇടയ്ക്ക് CPM ഉണ്ട്. CPMന് കിട്ടാവുന്ന മാക്സിമം വോട്ടാന്ന് കിട്ടി. ഇനി CPM കുറയല്ല, കൂടുതലാണ്. അപ്പോൾ ഈ 68,000-ൽ നിന്ന് ഒരു 35,000 വോട്ട് ഇങ്ങോട്ട് വിളിച്ചാൽ സുരേന്ദ്രന് പോയായിരുന്നെങ്കിൽ സുരേന്ദ്രൻ MP ആയിരുന്നു. അത് ഞാനാണെങ്കിൽ 1 ലക്ഷം വോട്ട് ഞാൻ തിരിച്ചോളാം, പേടിക്കണ്ട, ധൈര്യമായിട്ട്. അത്ര ഉറപ്പാണ്? ഒരു സംശയം എന്താ, എല്ലാവർക്കും അറിയാമല്ലോ. ഇനി ഇലക്ഷന് നിർത്തി പരാജയപ്പെട്ടു, ഗവർണറാകാൻ വല്ല താല്പര്യമുണ്ടോ? എനിക്ക് പറ്റിയല്ല. അതെന്നാന്ന് വെച്ചാൽ ഗവർണറായി എനിക്ക് പറ്റിയല്ല പറയാൻ. ചുമ്മാ എങ്ങനെ ഒരു വലിയ ബ്രഹ്മാണ്ഡമായി കെട്ടിടത്ത് ഒറ്റ ചെയ്യുമ്പോൾ വായും പിടിച്ച് കുത്തിയിരിക്കുക. എന്നെ കൊണ്ട് പറ്റിയല്ല, ഒരിക്കലും സാധ്യമല്ല. ഒരു കാര്യമില്ല. എന്ത് ഗവർണർ സ്ഥാനം എന്ന് പറയുന്നത് ഒരു ഭരണഘടനാപരമായതുകൊണ്ട് ഇരുന്നോട്ടെ എന്നുള്ളൂ, ഇല്ല വേണ്ടെന്ന് പറയണമെന്നുള്ള അഭിപ്രായക്കാരുടെ. അതല്ലേ, ഓരോ സ്റ്റേറ്റ്, UP ഒരു വലിയ സ്റ്റേറ്റില്ലേ, അവിടെ ഇപ്പം എല്ലാം പ്രസിഡന്റ് നോക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ വരുമ്പം ഒരു സംവിധാനം എന്തെങ്കിലും ഗവർണർ പോട്ടെന്നേ അതേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ അത് മാറ്റാൻ പോയി അതിൽ കൂടുതൽ പ്രശ്നമാകും. ഗുണമില്ല, ആവശ്യമില്ലെന്നേ എൻ്റെ അഭിപ്രായം. ഗവർണർ എന്ന് പറയുന്ന ഒരു അത്യാവശ്യമുള്ള കക്ഷി, ഒരു വസ്തുവല്ല എന്ന് വിചാരിച്ച് കേരളത്തിലെ പോലെ ഒരു ഗവർണറെ അപമാനിക്കുന്നതും ശരിയല്ല. അദ്ദേഹം ചെയ്യുന്നതും ശരിയല്ല. അദ്ദേഹം ചെയ്യുന്നത് ശരിയാകുന്നത് എവിടെയാണ്? അദ്ദേഹം ഒരു ഗവർണർ തെരുവിൽ ഇറങ്ങി കസേരയിട്ടിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു ഒരു ഗവർണർക്ക് അതും ചെയ്യാൻ കഴിയും. PC ജോർജിന് ചീമട്ട എറിഞ്ഞിട്ടുണ്ടല്ലോ, ഇല്ലേ? അത് PC ജോർജ് വണ്ടി പോകുമ്പോ ചീമട്ട തൊഴിൽ എറിഞ്ഞിട്ടുണ്ട്. PC ജോർജ് നാട്ടുറോട്ടിൽ ഇറങ്ങിയോ? ഇറങ്ങി, മാറി നിന്നിട്ട് ഇറങ്ങി. അത് ചീമട്ട എറിഞ്ഞപ്പോഴാണ്, ഗ്ലാസിൽ വന്ന് വീണപ്പോഴാണ് PC ജോർജ് ഇറങ്ങി. ഇത് എവിടെയോ നിന്ന് കരികോടി കാണിച്ചു, അവിടെ. അല്ലല്ല, ഈ ഗവർണറുടെ കാറിട്ടൊക്കെ അടിക്കാന്ന് പറഞ്ഞാൽ മര്യാദയല്ലേ നീ? അത് അതിൽ മനസ്സിലാക്കണം. പിണറായി വിജയന്റെ നേരിട്ടുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പറ്റും കുട്ടിക്കുരങ്ങന്മാർ ചെയ്യുന്നതാണ്. അതിന് ഇതെല്ലാം മരുന്നില്ല, അതുകൊണ്ട് അതിനെ അനുകൂലിക്കുക. അല്ലെ ഗവർണർ റോഡ് ഇറങ്ങിയിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. പക്ഷെ അങ്ങനെ ഇറങ്ങിയിരുന്നപ്പോൾ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായി. അവർക്ക് അകത്ത് പോയി, അവർക്ക് അകത്ത് പോകേണ്ടി വന്നു. ഗവർണർക്കുള്ള പ്രത്യേക അധികാരമുണ്ട്. ആ അധികാരപ്രകാരമുള്ള സെക്ഷൻ 24 അനുസരിച്ച് കേസെടുത്തു. ജാമ്യം കിട്ടിയില്ല. മര്യാദ പിടിച്ചു. ഒരു പെണ്ണ് കിടന്ന് കരയുന്നില്ല, അയ്യോ എന്നും പറഞ്ഞ് വീട്ടിൽ പോലും പറയാതെ വന്ന് ഈ സഹാക്കന്മാരുടെ കുളത്തരത്തിന് പോയി കൊടുത്തതാണ്. കരഞ്ഞിട്ട് കാര്യം വല്ലതും ഉണ്ടോ? അപ്പം ഇത് ഇങ്ങനെ ഉണ്ട് എന്ന് ഈ ജനങ്ങൾ അറിയണമെങ്കിൽ ഇങ്ങനെ നടപടി വേണം. അതുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ RSS പ്രവർത്തകനാണ്, അയാളങ്ങനെ ഓടുന്നവനല്ല. അതാണ് ഇതിന് സംഭവം. സ്വഭാവ വ്യത്യാസമല്ലേ? എത്രയോ പാർട്ടിയിൽ മാറി മാറി പോയതല്ല. അയാൾ ഇപ്പോഴും RSS അല്ല, പാർട്ടികൾ മാറി മാറി വന്നിട്ട് RSS കാരനാണ്. അല്ല, ആദ്യമല്ലേ അയാൾ RSSന്റെ ചെറുപ്പം പോലുള്ള RSS കാരനാണ് അയാൾ. പിന്നെ RJD അതുങ്ങൾ പാർട്ടിയിലേക്ക് നിന്നിരുന്നു. പക്ഷേ അവസാനം അയാൾ മന്ത്രിയായി.
അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ വന്നിട്ടുള്ളത്. പക്ക RSSകാരൻ തന്നെയാണ്. അതെ, പക്ക RSS. ആ RSSന്റെ ഗുണമൊക്കെ ഇവിടെ കാണിക്കും. അതെ, MP എന്ന് അല്ല ഇദ്ദേഹം അങ്ങനെ പേടിച്ചോടുകയല്ലെന്ന് ഞാൻ പറയാം. ഏത് പേടിച്ചോടില്ല, ഓടില്ല. അതാണ് പറഞ്ഞത്. RSSന്റെ കഴിവുകൾ ഇവിടെ കാണിക്കും. ഒരു ഉദാഹരണം, ഈ RS ഇതുപോലെ പ്രവർത്തിക്കുക. കേരളത്തിന് ചരിത്രം ഒന്ന് ചോദിക്കുക. ഈ സഹാക്കന്മാരുടെ അവിടിച്ച് എത്ര വലുതാണ്. ആ ചന്ദ്രശേഖരനെ 52 വെട്ട് കിട്ടിയത് പോട്ടെ, നമുക്കെല്ലാവർക്കും അറിയാം. രമ എത്ര പ്രാവശ്യം കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. 200ഓളം RSS പ്രവർത്തകരെ ഈ പിണറായിയുടെ ഗുണ്ടകൾ വെട്ടിക്കൊന്നിട്ടുണ്ട്, അറിയുമോ? 200ഓളം RSS പ്രവർത്തകരെ. തീർന്നില്ല. പിണറായിയുടെ ഏറ്റവും പിന്തുണ കൊടുക്കുന്ന പോപ്പുലർ ഫ്രണ്ടും SDP, അവന്മാരുടെ ഗുണ്ടായുസം കൊണ്ട് 26 RSസുകാർ മരിച്ചിട്ടുണ്ട് കേരളത്തിൽ. ഒന്ന് ആലോചിച്ച്. എന്നിട്ട് RSനെ തകർക്കാൻ പറ്റുമോ? RS ഇപ്പോൾ ശക്തമായിട്ട് പോവില്ലേ? കഴിഞ്ഞ ദിവസമല്ലേ 15 പോപ്പുലർ ഫ്രണ്ടുകാരോട് ഒരുമിച്ച് തൂക്കാൻ മരിച്ചത്. ഒരു പാവപ്പെട്ട നല്ലവനായ നാട്ടിലെ ജനകീയനായ ഒരു RS നേതാവിനെയാണ് ഉമ്മാൻ വെട്ടിക്കുന്നത്. ഒരു കിലോ ആ ഭാര്യയുടെ കുഞ്ഞിൻ്റെ അമ്മയുടെ മുന്നേ വെച്ച്. നികൃഷ്ടന്മാരാണെന്നേ ഇവന്മാർ. ഒരു സംശയം, പിണറായി നികൃഷ്ടനാണ്. BJPയിലേക്ക് ചേക്കേറിയപ്പോൾ RSSും BJP ആയിട്ടുള്ള ആത്മബന്ധം എങ്ങനെയെന്ന് പഠിച്ചിരുന്നു? എനിക്ക് അത് ഞാൻ പറയാം, ആത്മബന്ധം അത് പഠിക്കാറായില്ലല്ലോ. അത് BJP രാഷ്ട്രീയ പാർട്ടിയാണ്. RSS എന്ന് പറഞ്ഞ സ്വയംസേവാ സംഘമാണ്. അവർ ഇങ്ങനെ എല്ലാ കാര്യത്തിലും രാഷ്ട്രീയ കാര്യത്തിലും ഇടപെടാറില്ല. പക്ഷേ BJPയുടെ നേതാക്കന്മാർ സെറ്റായ നിലയിൽ പോകുന്നുണ്ടെങ്കിൽ നിയന്ത്രിക്കാൻ അവർ മടിക്കുകയില്ല. ഞാൻ അവരെയൊക്കെ ടീക്കാനുള്ള എൻ്റെ അഭിപ്രായം അതാണ്. മോശമല്ല, അവർ നന്നായി വരട്ടെ. അപ്പോൾ PC ജോർജിന്റെ മുകളിലൊക്കെ RSSനൊരു നോട്ടവും കൈയും ഉണ്ടാവും. എല്ലാവരുടെയും നോട്ടം കൈ എന്ന നില വേണമെന്ന് ഞാൻ പറയുന്നത്. അല്ലെ ഞാൻ നന്നാകണ്ടേ, തെറ്റാകാൻ പാടില്ല. നന്നായി പോകണമെങ്കിൽ എല്ലാവരും അരി ഉൾപ്പെടെ എന്നെ നോക്കിക്കോണമെന്ന് ഞാൻ പറയുന്നത്. അല്ല, PC ജോർജിനെ പണ്ട് പറയണ്ട്, എന്തിനാ അപ്പ എന്നെ തന്നെ ഞാൻ എത്ര നന്നായി നന്നാവില്ല എന്ന് പറയണ പോലെയാണ്. എവിടെ കയറിയാലും എന്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് PC ജോർജ്. അല്ല, ഇതായി കുഴപ്പം. ഞാൻ പറഞ്ഞെല്ലാം കറക്റ്റ് അല്ലേ? അല്ലെങ്കിൽ നീ എന്താ ഇങ്ങനെ പറയുന്നത്? ഞാൻ പറഞ്ഞൊക്കെ ശരിയല്ലേ? ശരി പറയുമ്പോൾ പിന്നെ അങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ടോ? PC ജോർജിന് ഒരു പാളിച്ച പറ്റിയത് ഞാൻ കണ്ട്. ഒരു ഫോൺ സംഭാഷണം പുറത്തു പോയതാണ് PC ജോർജിന്റെ ലൈഫിനെ ഒന്ന് പ്രശ്നമായ. ഏതാന്ന് പറഞ്ഞു? ചക്കര എന്നുള്ള വിളി. എന്റെ ദൈവം, ഞാൻ എല്ലാ പെണ്ണുങ്ങളും ചക്കര എന്നാ വിളിക്കുന്നത്. അത് കിടന്നു പോയെന്ന് തോന്നിയോ? ആ ചക്കര വിളി ഇപ്പോഴും ആ കൊച്ചിന് ചക്കര പെട്ടെന്ന്. പിന്നെ എന്തിനാണ് അത് ലീക്ക് ഔട്ട് ആയി പോയത്? ലീക്ക് ഔട്ട് ആയപ്പോൾ ഞാൻ എൻ്റെ മോളെ ആർക്കും കൊടുക്കുമല്ലോ, കുളിച്ചു വെച്ചോളം വല്ലതും ഉണ്ടോ? അത് ആരെവിടെ കേൾപ്പിച്ചോളാൻ പറഞ്ഞാൽ ഞാൻ ചക്കര പണിന്ന്. അവളെ മാത്രമല്ല, ഞാൻ എൻ്റെ കുഞ്ഞു വെച്ചുണ്ട് അമ്മുക്കുട്ടിയെ ചക്കര എന്ന് വിളിക്കും, ചക്കര കൊച്ചെന്ന് വിളിക്കും. എത്ര പെണ്ണുങ്ങളെ ചക്കര പെണ്ണെന്ന് വിളിക്കുന്നത്? അതിന് ഒരു സ്നേഹം, ആ സ്നേഹം കൊടുക്കുന്നത്. എനിക്ക് ഈ ആ പെണ്ണിൻ്റെ പേര് പറയാൻ പാടില്ലാത്ത പറഞ്ഞത് അവളോട് എനിക്ക് പേരേക്കില്ല. പാവം ശുദ്ധിയായ പെൺകുട്ടി, അവളെ നശിപ്പിച്ചില്ല നാറി രാഷ്ട്രീയക്കാരെല്ലാം കൂടെ. എനിക്ക് അവളോട് കൊച്ചോട് സഹതാവുക. അതുകൂടെ അതിനെപ്പറ്റി പറഞ്ഞത് ശരിയല്ലല്ലോ. അതുപോലെ തന്നെ മറ്റൊരു ഫോൺ കോളും വാങ്ങി. ഏതാ? ഈരാറ്റുപേട്ടെന്നൊരു ഫോൺ കോള് മുസ്ലിം ആളുകളെ കുറിച്ച്. അതും ലീക്കൗട്ടായി. അതും ഒരു പരാജയത്തിലേക്ക്. അത് പരാജയമല്ല. ആ ഫോൺ കോൾ എൻ്റെതല്ല, എൻ്റെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്തതാണ്. ആ PC ജോർജ് വാദിച്ചിട്ടില്ലോ ഇതുവരെ? വാദിച്ച് ജയിക്കാൻ നോക്കിയിട്ടില്ലോ? എന്റെ എല്ലാ ശബ്ദവും മാപ്പ് വരെ പറഞ്ഞു നോക്കി. അങ്ങനൊന്നും പറയണ്ട. ഞാനത് വളരെ വ്യക്തമായിട്ട് എൻ്റെതല്ലെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ നാട്ടിലുള്ള ആളുകൾക്കല്ല എൻ്റെതല്ലെന്ന് ബോധ്യമുണ്ട്. അത് മതി എനിക്ക്. എല്ലാവരും ബോധ്യപ്പെടുത്തി എനിക്ക് എന്നാ കിട്ടാനേ? എനിക്ക് എന്നാ കിട്ടാൻ? ഈരാറ്റുപേട്ടയിൽ നിന്നും പൂഞ്ഞാലിൽ നിന്നും 7 തവണയാണെന്ന് തോന്നുന്നു. 7 തവണയും അല്ലേ, 7 തവണയും വിജയിച്ചു വന്നെങ്കിൽ അവിടെ മുസ്ലിങ്ങളുടെ വോട്ട് കൊണ്ട് കൂടിയാണ് വിജയിച്ചത്. മുസ്ലിങ്ങളുടെ അല്ല, മനുഷ്യൻ വോട്ട് മേടിച്ചാണ് ജയിച്ചത്. അന്ന് അങ്ങനെയല്ല പറഞ്ഞത്, മുസ്ലിങ്ങളുടെ വോട്ട് എന്നാ പറഞ്ഞിരുന്നത്. മുസ്ലിം ഏത് കല്യാണ വീട്ടിലും മുസ്ലിങ്ങളെ കല്യാണ വീട്ടിലും മടിക്കുത്തു എത്തി അടുക്കളയിൽ വരെ ചെന്നുന്ന ഒരു PC ജോർജ് ആയിരുന്നു അവർക്ക് ആവശ്യം അവരെ കണ്ടുകൊണ്ടിരുന്നത്. PC ജോർജ് അങ്ങനെ ചെയ്ത് PC ജോർജ് ഇട്ടാ കുപ്പിയിൽ ഇറക്കിയത് അവന്മാര്. അപ്പൊ അത് മര്യാദയാണ്. PC ജോർജ് ആ സംഭാഷണമല്ലേ അവരെ? അല്ല, ആ സംഭാഷണം പിന്നെ ഉണ്ടാക്കിയതില്ലേ അവന്മാര്. ആ സംഭാഷണമൊന്നുമല്ല. എന്നാ സംഭവം? SDP ഗുണമില്ലാത്തവന്മാരാണ് ഞാൻ പറഞ്ഞു. അവന്മാർ കാണിക്കുന്നത് പൂക്കൃത്തരമായത്. ഇനി ഞാൻ എപ്പോഴാണ് SDP വളർത്താൻ നിന്ന് കൊടുത്തത്? അവരുടെ സേവനം വെച്ച്. പക്ഷേ അവർ പാർട്ടിയിൽ നിന്ന് ഒരാൾ രാജിവെച്ചു. അവനെ കാലുവെട്ടി. അന്നേരം ഞാൻ വിളിച്ചു, കാലുവെട്ട് പാർട്ടിയാണ്, ഞാൻ നിങ്ങൾക്ക് പിന്തുണയില്ലെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് നമ്മുടെ വാദ്യാരുടെ കാലും വെട്ടി. അന്നേരം ഞാൻ വിളിച്ചു ചോദിച്ചത്, മോശം പരിപാടിയാണ് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തവരെന്ന് ഞാൻ പറഞ്ഞു. ഏറ്റവും അവസാനം നമ്മുടെ മഹാരാജ് കോളേജിൽ SFIയുടെ യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്ന അഭിമന്യു എന്ന് പറയുന്ന ഒരു പട്ടികജാതിക്കാരൻ കൊച്ചൻ, വളരെ മിടുക്കനും മാന്യനും. അവനെ നമ്മുടെ എറണാകുളത്ത് 22ഓളം BJP ഈ SDP നേതാക്കന്മാരെ എന്ന് വെട്ടിക്കൊന്നു. മനസ്സാക്ഷിയുണ്ടോ അവന്മാർക്ക്? അവൻ്റെ തെറ്റെന്ന്
അവനിങ്ങനെ SFIക്കാരനായി പ്രവർത്തനം നടത്തുന്നതുകൊണ്ട് ഇവന്മാരുടെ വിദ്യാർത്ഥി സംഘടന ഇപ്പോൾ വളർച്ചയില്ലെന്ന്. അതുകൊണ്ട് അവനെ കൊന്നിച്ച് പോപ്പുലറിനെ വളർത്താൻ അന്ന് ഞാൻ പത്രസമ്മേളനം നടത്തി പിരിഞ്ഞ പിന്നെ ഇവന്മാരുടെ ഒരു സ്നേഹമില്ല. അതാണ് പേട്ടയിലുണ്ടായത്, അതല്ലാതെ വേറൊന്നുമല്ല. വേറൊന്നും പേട്ടയിൽ ഉണ്ടായിട്ടില്ല. അപ്പം എല്ലാവരെയും നിയന്ത്രിക്കാൻ തീരുമാനിച്ചു. വലിയ വലിയ നേതാക്കളെയും ചെറിയ ചെറിയ നേതാക്കളെയും ഈ BJPയിലേക്ക് കൊണ്ടുവരാനുള്ള ചുമതലയോടുകൂടിയാണ് ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തിയിരിക്കുന്നത്. ഒന്നും വേണ്ടെങ്കിലും തരുന്ന സ്ഥാനങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടാൻ PC ഒരുക്കമാണ്. PC മെരുങ്ങിയാൽ മെരുങ്ങുന്ന ഒരു ആനയല്ല എന്ന് ദേശീയ നേതൃത്വത്തിന് അറിയാം എന്ന് വിശ്വാസത്തോടുകൂടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.